ഒരിടവേളയ്ക്ക് ശേഷം മിസൈൽ പരീക്ഷണത്തിലൂടെ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയ. കഴിഞ്ഞ ദിവസം കിഴക്കൻ കടലിലേക്കാണ് ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണം നടത്തിയത്. ദക്ഷിണ കൊറിയൻ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഹ്രസ്വദൂര ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഒന്നിലധികം മിസൈലുകൾ കിം ജോങ് ഉന്നിന്റെ നിർദ്ദേശപ്രകാരം അധികൃതർ പരീക്ഷിച്ചിട്ടുണ്ട്. ഏകദേശം 360 കിലോമീറ്ററോളം സഞ്ചരിച്ച മിസൈലുകൾ കൊറിയൻ പെനിൻസുലയ്ക്കും ജപ്പാനും ഇടയിലുള്ള തീരമേഖലയിലാണ് പ്രത്യക്ഷമായതെന്നാണ് ദക്ഷിണ കൊറിയൻ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണം നടത്തുന്നത്. ജൂലൈ 1 ഉത്തര കൊറിയയുടെ അവസാന മിസൈൽ പരീക്ഷണം. ദക്ഷിണ കൊറിയയെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ പരീക്ഷിച്ച മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അതിനാൽ ജപ്പാനും ദക്ഷിണ കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിദിഷ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊറിയൻ പെനിൻസുലയിൽ സംഘർഷ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതോടെ മറ്റൊരു യുദ്ധം കൂടി ആരംഭിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ മേഖലകളിലൊന്നാണ് മഞ്ഞക്കടലിനും ജപ്പാൻ കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കൊറിയൻ ഉപദ്വീപ്. 1910 ഓഗസ്റ്റ് 22 ജപ്പാൻ കൊറിയൻ ഉപദ്വീപ് കൈവശപ്പെടുത്തിയത്. അത് 1945 വരെ തുടർന്നു. ജപ്പാൻ അധിനിവേശ സമയത്ത് കൊറിയയിൽ നിരവധി ദേശീയവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ കാഴ്ചപ്പാടുകളിലും സമീപനങ്ങളിലും വ്യത്യസ്തരായ ഈ ഗ്രൂപ്പുകൾ ഒരൊറ്റ ദേശീയ പ്രസ്ഥാനമായി ഒന്നിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതിനാൽ ജപ്പാനെതിരായി കാര്യമായി ഒന്നും ചെയ്യാൻ അവർക്കായില്ല. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് സാമ്രാജ്യം പരാജയപ്പെട്ടതിന് പിന്നാലെ കൊറിയ 2 മേഖലകളായി വിഭജിക്കപ്പെട്ടു. വടക്ക് ഭാഗം സോവിയറ്റ് യൂണിയനും തെക്ക് ഭാഗം അമേരിക്കയും നിയന്ത്രിച്ചു. ദക്ഷിണ കൊറിയ റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നും ഉത്തര കൊറിയ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നും ഔദ്യോഗികമായി അറിയപ്പെട്ടു. വിഭജനത്തിന് പിന്നാലെ സോവിയറ്റ് പിന്തുണയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് കിം ഇൽ സുങ് ഉത്തര കൊറിയയുടെ രാഷ്ട്രതലവനായി. ദക്ഷിണ കൊറിയയിൽ 1948 മെയ് 10 പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും സിങ്മാൻ റീ പ്രസിഡന്റാകുകയും ചെയ്തു. വിഭജനത്തെ താൽക്കാലികമായി കണ്ട 2 സർക്കാരുകളും തങ്ങളാണ് കൊറിയൻ ഉപദ്വീപിലെ ഏക സർക്കാരെന്ന് കരുതി. പിന്നാലെ യുദ്ധത്തിലൂടെ ഉപദ്വീപ് ഏകീകരിക്കണമെന്നാവശ്യപ്പെട്ട് കിം ഇൽ സുങ് സോവിയറ്റ് യൂണിയനെയും ചൈനയെയും സമീപിച്ചു. 1950 ആയപ്പോഴേക്കും ഉത്തര കൊറിയയ്ക്ക് ദക്ഷിണ കൊറിയയ്ക്ക് മേൽ വ്യക്തമായ സൈനിക മേധാവിത്വം ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് അവർക്ക് മികച്ച ആയുധങ്ങളും പരിശീലനവും ലഭിച്ചിരുന്നു. ഒപ്പം ദക്ഷിണ കൊറിയയിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂല പ്രക്ഷോഭങ്ങൾ ഉണ്ടായേക്കുമെന്നും പ്രശ്നത്തിൽ US ഇടപെടില്ലെന്നും പ്രതീക്ഷിച്ച കിം ഇൽ സുങ് പെട്ടെന്നുള്ള വിജയം പ്രതീക്ഷിച്ചു. 1950 ജൂൺ 25 ഉത്തര കൊറിയൻ സൈന്യം ദക്ഷിണ കൊറിയയെ ആക്രമിച്ചു. സോവിയറ്റ് യൂണിയൻ ചൈനയുമാണ് ഉത്തര കൊറിയയ്ക്ക് പിന്തുണ നൽകിയിരുന്നത്. എതിർവശത്ത് ദക്ഷിണ കൊറിയയ്ക്കൊപ്പം അമേരിക്കൻ നേതൃത്വത്തിലുള്ള UN സഖ്യസേനയെ നിരന്നു. UN സഖ്യസേനയിൽ 16 രാജ്യങ്ങളിൽ നിന്നുള്ള 1.5 ലക്ഷത്തോളം സൈനികരാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ യുദ്ധത്തിൽ ഇരുപക്ഷത്തുമായി ലക്ഷക്കണക്കിന് സൈനികരാണ് കൊല്ലപ്പെട്ടത്. നഗരങ്ങളും ഗ്രാമങ്ങളും തകർക്കപ്പെട്ടു. ഏതാണ്ട് 30 ലക്ഷത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടത്. 3 വർഷം നീണ്ടുനിന്ന യുദ്ധം 1953 ജൂലൈ 27 സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതോടെയാണ് അവസാനിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉടമ്പടിയിലെത്തിയെങ്കിലും ഇതുവരെ സമാധാന കരാറിലെത്താൻ 2 കൊറിയകളുടെയും നേതൃത്വത്തിനായിട്ടില്ല. തങ്ങളാണ് യഥാർത്ഥ കൊറിയയെന്നും യഥാർത്ഥ സർക്കാരെന്നും ഇരുകൂട്ടരും വാദിക്കുന്നു. വർഷം കഴിയും തോറും തർക്കങ്ങൾ പരസ്യമായി. ദക്ഷിണ കൊറിയ പ്രകോപനങ്ങൾ തുടർന്നു. ശത്രുത രൂക്ഷമായി. ശീതയുദ്ധവും സജീവ സംഘർഷവും അവസാനിച്ചിട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇരു രാജ്യങ്ങളും ഇപ്പോഴും പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഭൗമരാഷ്ട്രീയ ചായ്വുകളുടെയും പേരിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് സ്വേച്ഛാധിപത്യ ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ് വടക്കൻ കൊറിയ. ചൈനയാണ് ഉത്തര കൊറിയയുടെ പ്രധാന മിത്രം. മറുവശത്ത് ദക്ഷിണ കൊറിയ ഒരു ലിബറൽ ജനാധിപത്യ രാജ്യമാണ്. അമേരിക്കയും ജപ്പാനും അടക്കമുള്ള രാഷ്ട്രങ്ങൾ സൈനിക സഹായം ഉൾപ്പെടെ നൽകി ദക്ഷിണ കൊറിയയെ പിന്തുണയ്ക്കുന്നു. ഇതിനിടെ ഉത്തര കൊറിയ ആണവായുധങ്ങൾ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തതോടെ മേഖല വലിയ പിരിമുറുക്കത്തിലാണ്. ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതി തടയാനും തിരിച്ചെടുക്കാനും അന്താരാഷ്ട്ര സമൂഹം വിവിധ ശ്രമങ്ങൾ നടത്തി. പക്ഷേ കൊറിയൻ ഉപദ്വീപിൽ പ്രശ്നങ്ങൾ അവസാനമില്ലാതെ ഇപ്പോഴും തുടരുന്നുണ്ട്.